എല്ലാവർക്കും നമസ്കാരം. ഗുരുത്വ ദോഷ പരിഹാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗുരുത്വദോഷവും അതിൻ്റെ പരിഹാരവും. ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രത്തിൽ സർവ്വകാര്യങ്ങൾക്കും സർവ്വദോഷങ്ങൾക്കും പരിഹാരം ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഭാരതത്തിലെ മറ്റ് ശാസ്ത്രങ്ങളെ അപേക്ഷിച്ച് ജ്യോതിഷത്തിൻ്റെ പ്രാധാന്യം വരുന്നതും അതുകൊണ്ടാണ്. പരിഹാരഭാഗം ഇത്രയേറെ വികസിപ്പിച്ചിട്ടുള്ള മറ്റൊരു ശാസ്ത്രം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് കാലത്തിനെ അതിജീവിച്ച് അതേ പ്രാധാന്യത്തോടുകൂടി ഇപ്പോഴും അത് നിൽക്കുന്നത്. പക്ഷേ ആ ജ്യോതിഷത്തിൽ തന്നെ ഈ ഗുരുത്വദോഷത്തിന് പരിഹാരം ഉള്ളതായിട്ട് പറയപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ആചാര്യന്മാരോടൊക്കെ ചോദിക്കുന്നുണ്ട്. അവരൊക്കെ മറുപടിയായിട്ട് പറയുന്നത് കർണൻ്റെ ജീവിതകഥ തന്നെയാണ്. മഹാഭാരതത്തിൽ പറയുന്ന കർണൻ ഗുരുത്വദോഷം പറ്റി അത് മനസ്സിലാക്കിയ ആ ദിവസം മുതൽ തന്നെ അതിന് പരിഹാരം അന്വേഷിച്ച് നടന്നു. ഒരു പക്ഷേ ജീവിതകാലം മുഴുവൻ അങ്ങനെ നടന്നിട്ടും അദ്ദേഹത്തിന് അതിന് പരിഹാരം കിട്ടിയില്ലെന്നാണ് പറയുക. ആ ജീവിതം അങ്ങനെ ആയിപ്പോയി. ആ ദോഷത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ആ കഥയിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. ഗുരുത്വദോഷം ഉണ്ടാകുന്നത് ഗുരുവിനെ ദ്വേഷിക്കുന്നതിലൂടെയാണ്, അതായത് മനസ്താപപ്പെടുത്തുന്നതിലൂടെയാണ്. ഇരുട്ടിൽ നിൽക്കുന്ന ഒരാളെ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആളാണ് ഗുരു. ആ ഗുരുവിനെ മനസ്താപപ്പെടുത്തി കഴിഞ്ഞാൽ അതേ അവസ്ഥ തിരിച്ചുണ്ടാകുകയാണ് പിന്നീട് ചെയ്യുന്നത്. അതായത് വെളിച്ചത്തിൽ നിൽക്കുന്ന ഒരാൾ വീണ്ടും ഇരുട്ടിലേക്ക് പോകുന്നു. അതാരും വരുത്തി വയ്ക്കുന്നതല്ല, തനിയെ വരുന്നതാണ്. ഇരുട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആ പോകുന്നയാളിനും ഒന്നും കാണാൻ സാധിക്കുന്നില്ല, മറ്റുള്ളവർക്കും അയാളെ കാണാൻ സാധിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു വ്യക്തി പിന്നെ ഇല്ലാതെയാവുകയാണ്. എന്തെല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാതെയായി പോവുകയാണ് ചെയ്യുന്നത്. ഈ ഗുരുത്വദോഷം എന്ന് പറയുന്നത് ഗുരു ഒന്നും ചെയ്തിട്ട് വരുന്നതല്ല, അത് സ്വയം സംഭവിക്കുന്നതാണ്. അതായത് ഒരു വ്യക്തിയുടെ പ്രവൃത്തി കൊണ്ട്, ഗുരുവിനോട് ചെയ്യുന്ന അപ്രീതി കൊണ്ട് ആ ചെയ്തയാൾ സ്വയം നേടുന്നതാണ്. അതെങ്ങനെയാണ്? ഈ ഗുരുക്കന്മാരെല്ലാം ഉപാസനയുള്ളവരായിരിക്കും. ഇപ്പോൾ ഗുരുവിനോട് ചെയ്യുന്ന അപ്രീതി ആ ഗുരുവിൻ്റെ ഉപാസനാമൂർത്തിയോട് ചെയ്യുന്നതായിട്ട് വരും. ആ മൂർത്തിയിൽ നിന്നാണ് പിന്നെ ഈ വിപരീതമായ ആ ഊർജം ഈ വ്യക്തിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ഉപാസനാമൂർത്തിയുടെ അപ്രീതി വന്നു എന്ന് തന്നെയാണ് അർത്ഥം. അത് പക്ഷേ വന്നു കഴിഞ്ഞാൽ അത് ആർക്കും തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ആ ഉപാസനാമൂർത്തിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. പിന്നെ അത് ഒരു ദേവൻ വിചാരിച്ചാൽ പോലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒന്നാണ് ആ ഗുരുത്വദോഷം എന്ന് പറയുന്നത്. അംബരീഷിൻ്റെ കഥ ഓർമ്മിച്ചാൽ മതി. മഹാവിഷ്ണു പറഞ്ഞ കഥ, സുദർശന ചക്രം എൻ്റെയാണ്, പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ ഇപ്പോഴെനിക്ക് സാധ്യമല്ല. പിന്നെ സാധിക്കുന്നത് ആർക്കാ? അംബരീഷന് മാത്രമാണ്. അതാണ് ഉപാസനയുടെ ആ ബലം എന്ന് പറയുന്നത്. അതുകൊണ്ട് നേടുന്ന ആ ശക്തിയാണ് ഗുരുവിൽ നിന്നും ഗുരുത്വദോഷമായിട്ട് ആ വ്യക്തിയിലേക്ക് എത്തുന്നത്. അത് ആ വ്യക്തിയുടെ സർവനാശത്തെയാണ് വരുത്തി വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിഹാരമില്ല എന്ന് പറയുന്നതും. പിന്നെ എങ്ങനെയാണ് പരിഹാരം? ഗുരുവിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന കാര്യം ചെയ്താൽ പരിഹാരം ഉണ്ടായേക്കാം. നമ്മുടെ ഗ്രന്ഥങ്ങളിൽ എല്ലാ പരിഹാരങ്ങളും പറയുന്നത് അതിന് പ്രമാണങ്ങൾ വെച്ചിട്ടാണ്. എഴുതി രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ട്, എഴുതപ്പെട്ട കാര്യങ്ങളുണ്ട്. അതാണ് പരിഹാരമായിട്ട് പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ ദോഷത്തിനും ഇന്ന പരിഹാരം എന്ന് വളരെ പെട്ടെന്ന് പറയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ്. അത് കാണുമ്പോൾ അറിയാം ഇതാണ് ദോഷം, എങ്കിൽ അതിന് പരിഹാരം ഇതാണ്. കാലങ്ങളായിട്ട് ഇങ്ങനെ പഠിച്ച് വരുന്നതാണ്, ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷേ എവിടെയും തന്നെ എഴുതി വയ്ക്കാത്ത ഒന്നാണ് ഈ ഗുരുത്വദോഷത്തിൻ്റെ പരിഹാരം. പക്ഷേ നമ്മൾ സർവത്തിൻ്റെയും പരിഹാരം ഉണ്ട് എന്ന് പറയുകയും അല്ലെങ്കിൽ സർവ്വപരിഹാരങ്ങൾക്കുമായിട്ട് ജനങ്ങളെല്ലാം സമീപിക്കുകയും അവർ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ നമുക്കവരെ വെറും കൈയോടെ തിരിച്ചുവിടാൻ സാധിക്കില്ലല്ലോ. അതിൽ നിന്നായിരിക്കാം നമുക്ക് പരമ്പരയായിട്ട് ഗുരുക്കന്മാർ
ഉപദേശിച്ചു തന്ന ചില പരിഹാര ഭാഗങ്ങളുണ്ട്. അത് രേഖകളിലുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പ്രമാണങ്ങളില്ലാത്തതാണ്. പക്ഷേ ഇത് ആരൊക്കെയോ പലപ്പോഴൊക്കെ ചെയ്തു നോക്കിയിട്ട്, ഏതൊക്കെയോ കാലഘട്ടങ്ങളിൽ, തലമുറകളിൽ ചെയ്തു നോക്കിയിട്ട് എന്തൊക്കെയോ ഫലസിദ്ധി വന്നിട്ടുള്ള പരിഹാരങ്ങളായിരിക്കാം. അതുകൊണ്ട് ചെയ്തു നോക്കൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നുള്ളൂ, അല്ലാതെ ചെയ്താൽ ഇത് മാറും എന്നാരും ഉറപ്പ് പറയുന്നില്ല. അപ്പം എന്താണ് അങ്ങനെ തലമുറകളായിട്ട് കൈമാറി വന്ന പരിഹാരം? അത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളമാണ് അതിന് ഗൗരവമെന്ന്. അതായത് ഗുരുവിൻ്റെ ഉപാസനാമൂർത്തിയിൽ നിന്നാണ് ഗുരുത്വദോഷം വന്നത് എന്ന് പറയുന്നു. ഈ ഗുരുത്വദോഷത്തിനൊരു കാരണം കാണും. ആ വ്യക്തി വരുത്തി വെച്ച, ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏതെങ്കിലും ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിക്ക് മുമ്പ് ഒരു വാക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. അതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഗുരുത്വദോഷ പരിഹാരത്തിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആരെയും നശിക്കാൻ വിട്ടുകൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സർവ്വഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ടാണ് ഇനി പരിഹാരത്തിലേക്ക് കടക്കുന്നത്. അതിനാദ്യം ചെയ്യുന്നത് വൈഷ്ണവ ക്ഷേത്രത്തിൽ കുറേ നാണയം കൊണ്ടുപോയി പിടിപ്പണം എന്ന് പറഞ്ഞ കാര്യം സമർപ്പിക്കുകയാണ്. അതായത് വൈഷ്ണവ മഹാക്ഷേത്രങ്ങൾ വേണം. മഹാക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് വർഷങ്ങളെ അതിജീവിച്ചത്. അത്രയും വർഷങ്ങൾ അതിജീവിക്കുമ്പോൾ 1000-ഓ 2000-ഓ 3000-ഓ ഒക്കെ വർഷങ്ങൾ, അത്രയും കാലത്തെ പൂജകൾ അവിടെ നടന്നു. അത്രയും മഹാരഥന്മാർ വന്ന് ദർശിച്ചിട്ട് പോയി. ക്ഷേത്രത്തിൻ്റെ ചൈതന്യം കൂടുന്നത് അങ്ങനെയാണ്. അവിടെ എത്ര മഹാരഥന്മാർ വന്നു, എത്ര യോഗികൾ വന്നു, എത്ര തപസ്സുള്ളവർ വന്നു, എത്ര ഉപാസകർ വന്നു. അവർ വരുമ്പോഴാണ് ദേവന് ചൈതന്യം ഉണ്ടാകുന്നത്, അവരുടെ സാന്നിധ്യം കൊണ്ട്. പിന്നെ അവിടെ നടത്തിയിട്ടുള്ള മഹത്തായ സൽക്കർമ്മങ്ങൾ, പിന്നെ ആ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സാങ്കേതികത, ഗ്രഹചൈതന്യത്തെ ആകർഷിക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുള്ള രഹസ്യമായ സാങ്കേതിക വിദ്യകളുണ്ട്. അതൊക്കെ താന്ത്രിക കർമ്മങ്ങളിൽപ്പെട്ടതാണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള മഹാക്ഷേത്രം, അതുപോലത്തെ വൈഷ്ണവ മഹാക്ഷേത്രത്തിൽ പിടിപ്പണം 2 കൈ കൊണ്ട് നാണയന്മാർ നടക്കൽ വയ്ക്കുന്നത്. അതിൻ്റെ കൂടെ ഉടയാട, വൈഷ്ണവമൂർത്തികൾക്ക് മഞ്ഞ നിറമുള്ള ഉടയാട, പിടിപ്പണവും ഉടയാടയും. പിന്നെ വൈഷ്ണവമൂർത്തിയുടെ ഉപയോഗിക്കുന്ന ആഭരണമുണ്ട്, പൊട്ട്, നെറ്റിയിൽ തൊടുന്ന പൊട്ടുണ്ട്. അതാണ് പിടിപ്പണം, ഉടയാട, ഗോപി എന്നാണ് അതിന് പറയുക. ആ ഗോപിയും കൂടെ സമർപ്പിച്ചിട്ട് അവിടെ ഒരു പാൽപ്പായസ നേദ്യം നടത്തുക. വിഷ്ണുവിൻ്റെ നേദ്യം പാൽപ്പായസമാണ്. ഇങ്ങനെ 108 വൈഷ്ണവ മഹാക്ഷേത്രങ്ങളിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇതിനകത്തൊരു പ്രത്യേകതയുള്ളത്, ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഗോപി എന്ന് പറയുന്നത് സ്വർണത്തിൽ നിർമ്മിച്ചതായിരിക്കണം. അത് 1 പവൻ ഉണ്ടാകുകയും വേണം. ഇതിനോടൊപ്പം തന്നെ ആ ഓരോ ക്ഷേത്രത്തിലെയും തന്ത്രിക്ക് ഗോമൂല്യദാനം നൽകണം. ഗോമൂല്യദാനം എന്ന് പറയുന്നത് പുറകോട്ടുള്ള അനേകം ജന്മങ്ങളിലെ ദുരിതത്തെ മാറ്റും എന്നാണ് പറയുക. പശുവിന് അത്രയും പ്രാധാന്യമുള്ളതുകൊണ്ടാണ് അതിനെ നമ്മൾ പൂജിക്കുന്നത്. പശുവിൻ്റെ ശരീരത്തിൽ സർവ്വദേവതമാരുടെയും അംശമുണ്ടെന്നാണ് പറയുക. അപ്പോൾ ആ ഗോദാനം എന്ന് പറഞ്ഞാൽ പശുവിനെ ദാനം ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളിവിടെ ഗോമൂല്യദാനം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രതീകാത്മകമായ ദാനം ചെയ്യും. ഒരു വസ്ത്രം, ഡബിള്, കസവുള്ള ഡബിളും, പശുവും കുട്ടിയും കൂടെ നിൽക്കുന്ന ഒരു പ്രതിമയും, അതിൻ്റെ കൂടെ വെറ്റയും പാക്കും ദക്ഷിണയും കൂടെ വെച്ച് ആ ക്ഷേത്രത്തിലെ തന്ത്രിക്ക് കൊടുക്കുന്നതാണ് ദാനം, കയ്യിൽ കൊടുക്കുന്നതാണ് ദാനം എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ആ ദാനത്തിൽ ഉപയോഗിക്കുന്ന ആ പശുവും കുട്ടിയും കൂടിയുള്ള പ്രതിമ എന്ന് പറയുന്നത് സ്വർണം കൊണ്ടുള്ളതാണ്. അതും 1 പവൻ വേണം. ഇങ്ങനെ 108 ക്ഷേത്രങ്ങളിലും ക്ഷേത്രത്തിലെ തന്ത്രിമാർക്കും ചെയ്യണം. പിന്നീട് ഈ ഗുരുവിൻ്റെ ഉപാസനാമൂർത്തി ഏതാണോ ആ മൂർത്തിയുടെ ക്ഷേത്രം എവിടെയാണോ അവിടെ പോയി 41 ദിവസം ഭജനമിരിക്കണം. ആ ദോഷം വന്ന വ്യക്തി ചെയ്യേണ്ട കാര്യമാണ് അടുത്തത്. 41 ദിവസം ഭജനമിരിക്കുക. ഈ ഭജനമിരിക്കുന്ന ദിവസങ്ങളിലൊക്കെ 3 നേരം ദർശനം നടത്തണം. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ദർശനം നടത്തണം. ഓരോ തവണയും 7 തവണ വീതം പ്രദക്ഷിണം വയ്ക്കണം. എന്നിട്ട് അവിടെ തന്നെ താമസിക്കണം. ഭജനയിരിപ്പ് പുറത്തു പോകാൻ പാടില്ല. അതിനുശേഷം
തീരുന്ന ദിവസം 41-ാമത്തെ ദിവസം അത് പൂർത്തിയാക്കുക. അതിനുശേഷം ഈ ദോഷത്തിന് കാരണമായ ഒരു വാചകമുണ്ടാകും, പറഞ്ഞു വെച്ച വാചകം. അത് സ്വർണത്തിൻ്റെ അക്ഷരങ്ങളിൽ എഴുതി ആചാരങ്ങളോടെ, വാദ്യഘോഷങ്ങളോടെ, താലപ്പൊലി മുതലായ ആ ആചാരങ്ങളോടുകൂടി ക്ഷേത്രത്തിൽ സമർപ്പിക്കണം. ഇതിലുപയോഗിക്കുന്ന ആ വാചകത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ ഓരോ അക്ഷരവും ഓരോ പവൻ വീതമുള്ള സ്വർണമായിരിക്കണം. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഗുരുത്വദോഷത്തിൽ നിന്നും കുറവ് വരുന്നതും ആ വ്യക്തിക്ക് ശേഷം കാലം ജീവിതം വേണമെന്നുണ്ടെങ്കിൽ, സർവനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്നും പുറകോട്ട് വരണമെന്നുണ്ടെങ്കിൽ അനുഷ്ഠിക്കേണ്ടത്. അതേപോലെ സദാസമയവും ഗുരുപാദത്തെ സ്മരിക്കുക, ഓർമ്മിക്കുക. ഗുരുവിൻ്റെ മുഖമോ രൂപമോ ഒന്നുമല്ല, ഗുരുവിൻ്റെ പാദമാണ് പ്രധാനം. പാദത്തിൽ എപ്പോഴും ആ സ്മരണയിൽ നിൽക്കണം ദോഷം വന്നയാൾ. അതേപോലെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഓം ശ്രീ ഗുരുവേ നമഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പ്രദക്ഷിണം വയ്ക്കാൻ. ഇത്രയൊക്കെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് ഒരു മഹത്തായ കാര്യമാണ്, ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ധനം ഇതിനു വേണ്ടി നമ്മൾ ആർജിക്കേണ്ടി വരും എന്നൊക്കെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ അതല്ലാതെ മറ്റ് പരിഹാരങ്ങളില്ല. ഒരു വ്യക്തിയുടെ സർവനാശമാണ് ഗുരുത്വദോഷം കൊണ്ട് വരുന്നത്. കർണൻ്റെ ജീവിതമെടുത്താൽ നമുക്ക് മനസ്സിലാവും. സ്വന്തം സഹോദരൻ്റെ കൈകൊണ്ട് കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത് കർണൻ. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയില്ല. വളരെ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ വളരെ പെട്ടെന്നാണ് നശിച്ചു പോകുന്നതെങ്കിൽ ഓർത്തോ, അയാൾ വാങ്ങിച്ചു കഴിഞ്ഞു ഗുരുത്വദോഷം. അപ്പം ഇതുപോലെ ഒരു പരിഹാരം ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ഒരു ദോഷത്തിന് ഇറങ്ങിത്തിരിക്കാവുള്ളൂ. അല്ലെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കുക. ഓം ശ്രീ ഗുരുവേ നമഃ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.